നമ്മൾ 2022 കംപ്ലീറ്റ് ചെയ്ത ഏകദേശം ഒരു 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണിത്. ഒരു 2 ഇയേഴ്സിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു ഹോം ടൂർ ആണിത്. നമ്മുടെ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു ഗസ്റ്റ് ലിവിംഗ് പ്ലസ് ഒരു ഫാമിലി ലിവിംഗിലാണ് നിൽക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് ആൻഡ് ഫാമിലി ലിവിങ്ങിന് വേണ്ടി നമ്മളൊരു പാർട്ടീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പാർട്ടീഷനിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ലാമിനേറ്റിലാണ് ഈ ഒരു പാർട്ടീഷൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഒരു സെമി പ്രൈവസി എന്നൊരു രീതിയിൽ വരുമ്പോഴത്തേനും നമ്മൾ സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു പാർട്ടീഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡെപ്തിൽ ബോട്ടം സ്പേസ് നമ്മൾ വേസ്റ്റ് ചെയ്യാതെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫാമിലി ലിവിങ്ങിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഗസ്റ്റ് ലിവിങ്ങിൽ നിന്ന് ഒരു സെമി പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ പാർട്ടീഷനിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു വിഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ലാൻഡഡ് ആയിട്ടുള്ള പാനൽസ് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഗസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഫാമിലി ലിവിങ്ങുമായിട്ട് ഒരു പ്രൈവസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബോട്ടം ഏരിയയിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഒരു ചെറിയൊരു ഡിസൈൻ അസ്തറ്റിക് പർപ്പസിന് വേണ്ടി ചെറിയ വുഡൻ പ്ലാങ്ക്സ് കൊടുത്തിട്ടാണ് ആ ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ചെറിയൊരു പാറ്റേൺ ഫീൽ നമുക്ക് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് തടിയിൽ പോളിഷ് ചെയ്ത് ടീക്ക് വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തടിയിൽ പോളിഷ് ചെയ്ത് നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടീഷൻ പ്ലസ് ആർക്കിട്രേവ് വരുമ്പോഴേക്കും ഒരു വുഡ് പ്ലസ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ അവിടെ ടോട്ടലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ മൊത്തത്തിലുള്ള ഇന്റീരിയറിൽ ഈ ഒരു പാർട്ടീഷനും അതുപോലെ ആ ഒരു പാനലിങ്ങിന് ഒരു പ്രോപ്പർ ഒരു പ്ലേസ്മെന്റ് ആ ഒരു കളർ തീം കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ TV വോൾ വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏകദേശം ഒരു 4 മീറ്റർ വീതിക്ക് ഒരു 7 മീറ്ററോളം ഹൈറ്റുള്ള ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തീമോ അല്ലെങ്കിൽ ഒരു കൺസോളോ കാര്യങ്ങൾ വരുന്ന ഭയങ്കര മിനിമൽ ആയിരിക്കണം, ഒരുപാട് ക്ലസ്റ്റേർഡ് ആവില്ലെന്ന് കസ്റ്റമറിന് ഭയങ്കരമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബേസ് കൺസോൾ വന്നിരിക്കുന്നതിന് ഒരു ടോട്ടൽ ഫുൾ ലെങ്തിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിലും ഈ പറയുന്ന ലാമിനേറ്റഡ് ആണ് നമ്മൾ പോയിരിക്കുന്നത്. ലാമിനേറ്റഡ് ഷെയ്ഡ്സ് വന്നിട്ട് ഒരു ചെറിയൊരു ഗ്രേ ഷെയ്ഡിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള ഒരു ഷട്ടേഴ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഡ്രോവർ സ്പേസുകളാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി കൺസോൾസ് കാര്യങ്ങൾ വെക്കാൻ വേണ്ടി ഒരു ഓപ്പൺ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടിവിയുടെ ബാക്കിലോട്ട് വരുമ്പോൾ ഏകദേശം നമ്മുടെ മൊത്തം ഈ ഒരു വോളിന്റെ 80% ഏരിയ അവിടെ നമ്മൾ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്ലൂ ടിന്റിലാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. അതിനെ മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ കുഷ്യന് കാര്യങ്ങളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സ്പേസ് വന്നിരിക്കുന്നത് ആ ഒരു വുഡ് പ്ലസ് ഒരു ചെറിയൊരു ബ്ലൂ കളർ കോമ്പിനേഷനിലോട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. മൊത്തം ഏരിയയിൽ നമുക്ക് ആ ഒരു ബ്ലൂ കളർ വരുമ്പോഴേക്കും കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം മൊത്തം നമുക്ക് ഏകദേശം ഒരു 12 മീറ്ററോളം ഒരു ഓപ്പൺ ഹോൾ ആയിരുന്നു ഈ ഒരു ഏരിയ. അതിന് നമ്മൾ ഒരു ചെറിയൊരു സെമി പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ഒരു ഗസ്റ്റ് ലിവിംഗ് പ്ലസ് ഒരു ഫാമിലി ലിവിംഗ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്പേസ് നമുക്ക് വലുതായി തോന്നാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കളർ തീം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ഡബിൾ ഹൈറ്റ് വോളിൽ കംപ്ലീറ്റ്ലി നമ്മളൊരു പ്ലെയിൻ ഫീൽ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വുഡൻ പാനലിംഗ് കൊടുത്തിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്കൊരു വുഡൻ പാനലിംഗ് ആയിട്ട് തോന്നിയാലും ഇതിന്റെ സെന്ററിൽ വരുന്ന ഒരു കവ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഫെറോക്കോണിന്റെ കോൺക്രീറ്റ് പാനൽസ് ആണ് വരിക. ഏകദേശം ഒരു 6 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫെറോക്കോൺ പാനൽസ് പ്ലസ് ടീക്ക് വുഡാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മൊത്തം നമ്മുടെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ആ ഒരു വുഡ് പ്ലസ് ഒരു ബ്ലൂ ഷെയ്ഡ് മൊത്തത്തിൽ നമുക്ക് മാച്ച് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഒരു സ്പേഷ്യസ് ഫീൽ തോന്നാൻ വേണ്ടി നമുക്കത് ഒരുപാട് നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇന്റീരിയറിൽ.